GHSS നോർത്ത് പറവൂർ HSST കെമിസ്ട്രി വിഭാഗം അധ്യാപകനും സീനിയർ സ്റ്റാഫുമായ ബിജു ജോസഫ് സാർ എഴുതിയത്. ദിശയിലൂടെ ദിശാബോധത്തിലേക്ക്. ആലുവ വിദ്യാഭ്യാസ ജില്ലയുടെ കരിയർ എക്സ്പോ ദിശ 2024 നവംബർ 29-30 തീയതികളിലായി പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. സംഘാടന മികവുകൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും തിരിച്ചറിവുകൾ പകർന്നു കൊടുത്തുകൊണ്ടും കൗമാരക്കാരിലേക്ക് ദിശാബോധം പകർന്നു നൽകുന്നതായിരുന്നു ഈ എക്സ്പോ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം അതിൻ്റെ അന്തഃസത്ത നിലനിർത്തിക്കൊണ്ട് ഒട്ടും തന്നെ മൂല്യശോഷണം സംഭവിക്കാതെ നടപ്പാക്കുന്നതിൽ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ CA ബിജോയിയും ജോയിന്റ് കോർഡിനേറ്ററും വിദ്യാഭ്യാസ ജില്ലാ കൺവീനറുമായ ശ്രീ പ്രമോദ് മാലിങ്കരയും നമ്മുടെ വിദ്യാലയത്തിലെ കരിയർ ഗൈഡ് ശ്രീമതി റാണി ചാന്ദിനിയും ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ കരിയർ ഗൈഡുകളും സൗഹൃദ കോർഡിനേറ്റർമാരും വഹിച്ച പങ്ക് ശ്ലാഘനീയമാണ്. കേരളത്തിലെ ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും ഈ എക്സ്പോ സംഘടിപ്പിച്ചതിലൂടെ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുവാനും സെമിനാറുകളിൽ സംബന്ധിക്കുവാനും സാധിച്ചു. കരിയർ എക്സ്പോ നടന്ന ദിവസങ്ങൾ പറവൂരിൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുവാൻ സാധിക്കുന്ന ഒത്തിരി നല്ല മുഹൂർത്തങ്ങളുമായാണ് കടന്നുപോയത്. പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തതയുണ്ടെങ്കിലും ഇവിടുത്തെ PTA-യുടെയും SMC-യുടെയും ഹൈസ്കൂൾ അധ്യാപകരുടെയും സർവോപരി ഹയർ സെക്കൻഡറി അധ്യാപകരുടെയും NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സൗഹൃദ ക്ലബ്, കരിയർ ക്ലബ്, സ്കൂൾ പാർലമെന്റ് എന്നിവരുടെയും നേതൃത്വത്തിൽ ആതിഥേയരായ നമ്മുടെ വിദ്യാലയം എക്സ്പോയ്ക്ക് പൂരത്തിളക്കമേകി. പ്രദർശനത്തിന്റെ ഭാഗമായി പറവൂരിലെ സൗരവ് അവതരിപ്പിച്ച റേസിംഗ് മോട്ടോർ കാറിന്റെ പ്രദർശനവും എക്സ്പോയ്ക്ക് മാറ്റുകൂട്ടി. പ്രദർശന മികവ് കൊണ്ടും നേതൃത്വ വൈദഗ്ധ്യം കൊണ്ടും ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു പരിപാടിയായിരുന്നു ദിശ. നവംബർ 29-ന് സ്കൂൾ ഹാളിൽ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിക്കപ്പെട്ടു. സർക്കാർ ഏജൻസികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വാതിൽ തുറക്കുന്ന വിവിധ സ്റ്റാളുകൾ ആലുവ വിദ്യാഭ്യാസ ജില്ലയുടെ എല്ലാ വിദ്യാലയങ്ങൾക്കുമായി എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. എല്ലാ വിദ്യാലയങ്ങളെയും പങ്കെടുപ്പിക്കുവാനും അവരുടെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ട് അവർക്ക് സമയം നിശ്ചയിക്കുവാനും ഇവിടുത്തെ കരിയർ ഗൈഡ് ശ്രീമതി റാണി ചാന്ദിനി അഹോരാത്രം പണിയെടുത്തു. കരിയർ ഗൈഡൻസ് ഫാക്കൽറ്റി ശ്രീ അമീർ ഫൈസൽ നയിച്ച എൻട്രൻസ് ക്ലാസും SSLCക്ക് ശേഷം എന്ന ക്ലാസും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്പെട്ടു. ഇന്ന് +2-ന് ശേഷം ഭൂരിഭാഗം കുട്ടികളും വിദേശ പഠനം തിരഞ്ഞെടുക്കുകയാണല്ലോ. അവർക്ക് വേണ്ടി ഡോക്ടർ PA സോമനാഥ് ആൻഡ് ടീം നടത്തിയ ചർച്ചാ ക്ലാസ് ഏവർക്കും പ്രയോജനപ്പെട്ടു. പോളിടെക്നിക് സാധ്യതകളെക്കുറിച്ച് ശ്രീ KM രമേശ് നയിച്ച ക്ലാസ് ടെക്നിക്കൽ ഫീൽഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊരു സഹായമായി. 30/11/24-ന് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലുള്ള കുട്ടികൾക്കായി കരിയർ ഫാക്കൽറ്റി ശ്രീ ഗോഡ്വിൻ നയിച്ച ക്ലാസും മികവുറ്റതായിരുന്നു. ഇന്ന് നാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്താണല്ലോ ഇരിക്കുന്നത്. അതേപറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ സാബു MK നടത്തിയ ക്ലാസും കാലഘട്ടത്തിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. തുടർന്ന് കുട്ടികൾ വിവിധ വിഷയങ്ങളിൽ നടത്തിയ ഗവേഷണ പേപ്പർ അവതരണവും കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലുപരി കാര്യങ്ങൾ സദസ്സിന് മനസ്സിലാക്കിക്കാനും ഏറെ ഉപകരിച്ചു. ചുരുക്കത്തിൽ 2 ദിവസത്തെ കരിയർ എക്സ്പോ മിനി ദിശ പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറി. സമാപന സമ്മേളനത്തിൽ ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ച തിരിച്ചറിവുകളും ദിശാബോധവും വ്യക്തമാക്കിയിരുന്നു. ഈ ദിശ പ്രോഗ്രാം ഇത്രയും ഭംഗിയാക്കാൻ ശ്രമിച്ച ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ CA ബിജോയ്, ജോയിന്റ് കോർഡിനേറ്റർ ശ്രീ പ്രമോദ് മാലിങ്കര, കരിയർ ഗൈഡ് ശ്രീമതി റാണി ചാന്ദിനി, പ്രിൻസിപ്പൽ ശ്രീമതി വീണ SV, ഹെഡ്മിസ്റ്റർ ശ്രീമതി സിനി AS, PTA പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അഷ്റഫ്, SMC ചെയർമാൻ ശ്രീ വിനു MJ, പറവൂർ നഗരസഭ അധികാരികൾ ഇവർക്കുള്ള നന്ദി അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതോടൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ജില്ലാ തലത്തിലുള്ള ദിശ പ്രോഗ്രാമിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മേലിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെയെന്ന് ആശംസിക്കുന്നു. കൂടെ ഇതിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന മാഗസിനും അതിന്റെ പിന്നണി പ്രവർത്തകർക്കും ആശംസകൾ നേരുന്നു.